യുകെയിൽ വന്നതിന് ശേഷം നമുക്ക് ഇരിക്കപ്പുറതിയില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് അവസ്ഥ. ഇവിടെ കുളം തോണ്ടിയത് കാണാനാണ് വന്നത്. സത്യത്തിൽ ഇവിടെ വന്ന സമയം കൊണ്ട് നമ്മുടെ നാട്ടിൽ അതിനേക്കാൾ വലിയ കുളമാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. അപ്പോൾ അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് മീഡിയ വൺ ഒപ്പിച്ച ഒരു പരിപാടി, ഒപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി, ഞാൻ അതിനെതിരെ നടത്തിയ ഒരു പരാതി കൊടുക്കുന്ന ഒരു രീതിയും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ചർച്ചകളുമാണ് ഒന്നാമത്തെ ഒരു വിഷയമായിട്ട് എനിക്കിവിടെ പറയാനുള്ളത്. ആദ്യം അത് തന്നെ ഒന്ന് പറയാം. ഞാനത് പോസ്റ്റ് ഇട്ടെങ്കിലും എനിക്കത് വിശദമായിട്ട് വീഡിയോ ചെയ്യാൻ ഒഴിവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, യാത്രയിലായതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ അതൊന്ന് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് ആ ഒരു വിഷയം എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചു. അത് എത്തേണ്ട പോലെ അത് എത്തിയതിൻ്റെ ഭാഗമായിട്ട് അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കോളുകളും അതുപോലെ പല അന്വേഷണങ്ങളൊക്കെ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനത് DGPക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മളുടെ രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെ. അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരുപാട് കോളുകൾ വന്നു. പക്ഷേ ഞാൻ ഇവിടെ യുകെയിലാണ് എന്നുള്ളത് അറിയാത്തതിൻ്റെ പേരിൽ അവർ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ നേരെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വരെയും അവിടുന്ന് പിന്നെ വിളിക്കുകയൊക്കെ ഉണ്ടായപ്പോഴാണ്. അതുപോലെ പാതിരാത്രിയൊക്കെ കോള് കണ്ട് നേരം വെളുത്ത് തിരിച്ച് വിളിച്ചൊക്കെയാണ് കാര്യം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ എന്തായാലും ആ വിഷയം വളരെ ഗൗരവത്തോടു കൂടി എടുത്ത ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ, പോലീസ്, അതുപോലെ തന്നെ ആ ഭരണകൂട സംവിധാനങ്ങൾ, അവർക്കൊരു വലിയ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതാണ് അതിൽ ആദ്യമേ എനിക്ക് രേഖപ്പെടുത്താനുള്ളൊരു കാര്യം. രണ്ടാമത് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്തെന്നുള്ളതാണ്. നമ്മൾ ആ കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ എന്നാലും അതൊന്നുകൂടി ഒന്ന് വിശദമാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിവിടെ കൃത്യമായിട്ട് ഒരു എക്സ് മുസ്ലിം എന്നുള്ളൊരു ലേബൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോയൊരു വ്യക്തി എന്ന് സൂചിപ്പിക്കുന്ന കൃത്യമായ പദം എക്സ് മുസ്ലിം, എക്സ് MLA, എക്സ് ആൽക്കഹോളിക്, എക്സ് മാഫിയ, അതുപോലെ എക്സ് ഡ്രഗ് അഡിക്റ്റ്, എക്സ് സ്മോക്കർ എന്നൊക്കെ പറയുന്ന പോലെ എക്സ് മുസ്ലിം, ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതിൻ്റെ ആ ഉപയോഗം അത് വല്ലാതെ ഇതുപോലുള്ള ആളുകളെ പൊള്ളിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ വാക്ക് അധികം ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ക്ലബ് ഹൗസൊക്കെ വന്നതിന് ശേഷമാണ് കൂടുതൽ നമ്മളിത് പറയാൻ തുടങ്ങിയത്. അന്ന് മുതൽ കേൾക്കുന്ന കാര്യം, എന്തിനാണ് നിങ്ങൾ എക്സ് മുസ്ലിം എന്ന് ഉപയോഗിക്കുന്നത്, എക്സ് ബിരിയാണി എന്നാരും പറയാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വാസികൾ വരികയും ആ ഒരു വാക്ക് നമ്മളങ്ങനെ ഉപയോഗിക്കേണ്ടതില്ല എന്ന് വരെ പറഞ്ഞൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കാൻ നോക്കിയ ഒരു ഇസ്ലാമിക മുസ്ലിം സമുദായം ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ 2022 എൻ്റെ ഓർമ്മ, എക്സ് മുസ്ലിങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട്, ഒരു ടൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് പ്രബോധനം വാരികയിൽ, നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം വാരികയിൽ ഒരു ആർട്ടിക്കിൾ വരികയുണ്ടായി. അന്ന് ഞാൻ അതെടുത്ത് എഴുതി ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ഒടുവിൽ അവരെ കൊണ്ട് നമ്മൾ എക്സ് മുസ്ലിം എന്ന് പറയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ അത്രയും നാൾ, ഒരു 2018 മുതൽ നമ്മൾ ഈ ഒരു സംഗതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് ഒരു മുസ്ലിം മേഖലയിൽ നിന്ന്, ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും ആദ്യമായിട്ട് ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സംഗതിയെ പബ്ലിക്കായിട്ട് അംഗീകരിക്കുക, അല്ലെങ്കിൽ ആ ഒരു വാക്ക്, ആ ടെർമിനോളജി ഏറ്റെടുക്കുന്ന ഒരവസ്ഥ ആദ്യമായിട്ട് സംഭവിക്കുന്നത് ഈ പ്രബോധന വാരികയിലൂടെയാണ്. അതുവരേക്കും ഈ വാക്ക് പറയാൻ പോലും ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല, അത് അവർക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് നിർബന്ധിതരാകുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന സാധനം പോസ്റ്റ് ഇടുന്ന ഒരവസ്ഥ അന്നുണ്ടായത്. പിന്നീട് അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ആദ്യമൊക്കെ നിങ്ങൾ നമ്മളെ കുറേ തെറി വിളിച്ചും അതുപോലെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നു. ഇനി നിങ്ങൾക്ക് നമ്മളെ ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല, നമ്മൾ വളർന്നിരിക്കുന്നു എന്ന് നമ്മൾ അന്ന് വാൺ ചെയ്തതാണ്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. കാരണം ഇന്ന് വളർന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ തെളിവ് എന്താണ്? വളർന്നു എന്ന് അവർ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് എന്താണ്? നമ്മളില്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇത് എന്നെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിട്ടല്ല ഞാനിവിടെ കാണുന്നത്. കാരണം ഇവർ വെക്കുന്നത് മുസ്ലിം പേര് ഉപയോഗിക്കുന്നു, ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വാദമുഖങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇത് വലിയ ഈ അടുപ്പ് കൂട്ടിയിരുന്ന് 3 പേര് കൂടിയിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇതൊന്നും വലിയ സംഭവമാണെന്ന് പറയും. മീഡിയ വൺ ചർച്ചയുടെ ആകെക്കൂടിയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ എക്കോ ഇല്ല, അതുപോലെ അറബി മൂളിച്ച ഇല്ല എന്നത് മാത്രമേ ഉള്ളൂ. പറയുന്നതൊക്കെ മണ്ടത്തരാണ്. നമ്മൾ മീഡിയ വണ്ണിന് പുറത്ത്, മുക്കാൽ മീഡിയയുടെ പുറത്തുള്ള ചർച്ചകളിൽ മണ്ടത്തരം പറയും, പ്ലസ് എക്കോ ആൻഡ് ഈ അറബി മൂളിച്ച അതും കൂടി ഉണ്ടാവും. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പറയുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. പിന്നെ മുക്കാൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അവർ ഈ പറയുന്ന സാധനം മുഴുവൻ ഇരവാദത്തിലൂടെ കൊണ്ട് സ്ഥാപിച്ച് അവരെന്തോ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളെ അവർ റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇതാണ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിഷയങ്ങളും അവർ അത് തന്നെയാണ് ചെയ്യാറുള്ളത്. എല്ലാ വിഷയത്തിലും ഇവർക്ക് എങ്ങനെ ഇരയാകാനുള്ള എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതാണ് ഇവർ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എക്സ് മുസ്ലിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ചാലഞ്ച്, ഈ ഇസ്ലാമിൻ്റെ ഈ തീവ്രവാദ, അതുപോലെ ജനാധിപത്യ വിരുദ്ധ, മതേതരത്വ വിരുദ്ധ, അതുപോലെ സ്ത്രീ വിരുദ്ധ, ബാലവിരുദ്ധ ഒക്കെ
സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ അടിമത്തത്തെ അനുകൂലിക്കുന്ന ഭീകരവാദത്തിന് അനുകൂലമാകുന്ന തരത്തിലുള്ള എല്ലാ സംഗതികളും, ഇപ്പോൾ ഈവൻ ഇസ്രായേൽ പാലസ്തീൻ വിഷയമാണെങ്കിൽ പോലും നമ്മൾ അത് എടുത്ത് പറയുമ്പോൾ അതിനെ എതിർക്കാൻ കഴിയാതെ വരുമ്പോൾ അവർക്ക് ആ കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? അതാണ് നമ്മളിവിടെ കാണുന്ന ഈ ഒരു കാഴ്ച. ഈ പറയുന്ന ആളുകളെ വില്ലനാക്കിക്കൊണ്ട് ചിത്രീകരിക്കാം, എന്നിട്ട് ഇവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അക്രമത്തിന് വഴി ഇടുന്ന ഒരവസ്ഥ ഉണ്ടായി ആരെങ്കിലും അതിന് മുതിർന്നു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഇത് ഏതോ പിരിവെട്ടിയവൻ ചെയ്തതാണ് എന്ന രീതിയിലേക്ക് ഇതിനെ വളച്ചു കൊണ്ടുപോകുക. ഇതാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇത് ഞാൻ എൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല പറയുന്നത്, ഇതിൽ ആഗോളതലത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സൽമാൻ മോമിക്ക നമുക്കറിയാം, സ്വീഡനിൽ ഖുർആൻ കത്തിച്ചു എന്നതിൻ്റെ പേരിൽ വലിയ തോതിൽ എതിർപ്പ് നേരിട്ടൊരു വ്യക്തിയായിരുന്നു. സൽമാൻ മോമിക്ക ഒരു ക്രിസ്ത്യാനിയാണ്, ഇറാഖിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ കുടുംബത്തെ പച്ചക്കിട്ട് കത്തിച്ചിട്ടുണ്ട് അവിടുത്തെ ഐസിസ്. അതിൻ്റെ വിഷമവും അതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ജീവനും കൊണ്ട് ഓടി അവസാനം സ്വീഡനിൽ വന്ന് അവൻ നേരിട്ട കാര്യങ്ങൾ പറയുമ്പോൾ അവനെ ഇസ്ലാമോഫോബിക്കാണെന്ന് പറയുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മൾ കണ്ടത്. അതേപോലെ ഇപ്പോൾ യസീദികൾ അവർ നേരിട്ടുള്ള പ്രശ്നം, അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട നാദിയ മുറാദ് എന്ന് പറയുന്ന ആ പെൺകുട്ടി തൻ്റെ ജീവിതാനുഭവം, തൻ്റെ നേർക്ക് ഐസിസ് പോരാളികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികൾ ജിഹാദ് നടത്തുകയും അവരെ ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് തുറന്നു പറയുന്ന സമയത്ത് നാദിയ മുറാദിന് ഇസ്ലാമോഫോബിയാണെന്ന് പറയുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായത്. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഭയക്കാനുള്ള അവകാശമില്ല, നിങ്ങൾക്ക് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് ഇത് ഞാൻ നേരിട്ട പ്രശ്നമാണെന്ന് പോലും പറയാനുള്ള ഒരു അവകാശമില്ല. നിങ്ങൾക്ക് പരാതി പറയാൻ പോലുള്ള അവകാശം നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു അസ്ഥിക്ക് പിടിച്ച ഇരവാദവും ഇതുപോലെ ഭീകരവാദവും. ഇതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു സാധനം, അതിന് കൊട പിടിക്കുന്ന കുറേ ഇടതുപക്ഷവും കപട പുരോഗമനവാദികളും കുറേ എക്സ് മുസ്ലിങ്ങളും, ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ നൂർ അബ്ദുലിനെ കുറിച്ചൊക്കെ നമ്മളിവിടെ പറഞ്ഞു, പച്ചയ്ക്ക് പറഞ്ഞ ഒരു ജിഹാദിനി തന്നെയാണ്. ഒരു ആ തരത്തിൽ പറഞ്ഞ ഇസ്ലാമിന് ഏതെങ്കിലും വിധേന ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഘട്ടം വന്നാൽ ആ ആശയത്തെ പൊതിഞ്ഞു പിടിക്കാൻ വേണ്ടിയിട്ട് ജിഹാദികൾക്ക് കൂട്ടിക്കൊടുക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ ആ കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ആൾ തന്നെയാണ് ഈ നൂർ അബ്ദുലിനെ പോലുള്ള ആളുകൾ. അതാണ് നമ്മളെപ്പോഴും അതും ചൂണ്ടിക്കാണിച്ച് പറയേണ്ടി വരുന്നത്. ഈ ഹിജാബിൻ്റെ വിഷയമായാലും ശരി, എല്ലാത്തിലും അവരതിനെ പൊതിഞ്ഞു പിടിക്കും. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് എല്ലാ തോതിലും കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് വരുന്ന ഒരു ഘട്ടത്തിൽ അതിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന അവസാനവട്ട ശ്രമമാണ് ഇവനൊക്കെ മുസ്ലിം വിരുദ്ധനാണ്, ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു, ഇവനിങ്ങനെയൊന്നും ജീവിച്ചിരുന്നപ്പോൾ എന്താണ് ഇവൻ ആരും തല്ലിക്കൊല്ലാത്തതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു എന്നൊക്കെയാണ് നമ്മളുടെ അജിംസൊക്കെ ഇരുന്നിട്ട്, അജിംസല്ലല്ലോ അതിനകത്തുള്ള റാവുത്തറൊക്കെ ഇരുന്നിട്ട് പറയുന്നത്. അതുപോലെ നമ്മളുടെ പേര് ഉപയോഗിക്കുന്നതിലുള്ള വിഷമാണ് നമ്മളുടെ ദാമോദറിന് അതിനകത്തുള്ളത്. ഈ തരത്തിലുള്ള സാധനങ്ങൾ ദാവൂദായാലും ദാമോദറായാലും ആരായാലും ഇരുന്ന് പറയുമ്പോൾ ഇത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇതിനെയാണ് നമ്മൾ ഡോഗ് വിസിൽ എന്ന് പറയാം. ഡോഗ് വിസിലിൻ്റെ പ്രത്യേകത എന്താണ്? ആ വിസിൽ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല, പക്ഷേ പട്ടി കേൾക്കും. അതായത് അത് ഒരാൾ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ആ പറയുന്ന ആളുകൾക്ക് അത് കേട്ട് കഴിയുമ്പോൾ അത് പിടികിട്ടും. അതാരാണ്? അതാണ് ഈ ജിഹാദികൾ. ഇതാണ് ഈ ലോൺ വോൾഫ് അറ്റാക്സിന് വേണ്ടിയിട്ട് ഈ ഐസിസ് അടക്കമുള്ള തീവ്രവാദ കൂട്ടങ്ങൾ മുന്നോട്ട് വെക്കുന്ന രീതി. ഇതാണ് അവർ ഫോളോ ചെയ്യുന്നത്, അവർ പിന്തുടരുന്ന ഫോർമുല അതാണ്. ജിഹാദി ഫോർമുല എന്ന് പറയുന്നത് തന്നെയാണ്. ഇതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് ഇവൻ ജീവിച്ചിരിക്കുന്നവനല്ല, ഇവൻ നമുക്കെതിരാണ്, ഇവൻ ഇസ്ലാമിനെ കരിവാരി തേക്കുന്നു, ഇവൻ മുഹമ്മദിനെ കരിവാരി തേക്കുന്നു, 6-ാം വയസ്സിൽ കല്യാണം കഴിച്ച മുഹമ്മദ് നബി മാത്രമാണോ എന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ച് ആളുകളെ പറ്റിക്കുന്ന പണിയാണ് ഈ ദാവൂദും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് മീഡിയ വൺ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അത് ഇസ്ലാമിൻ്റെ പ്രതിദാനം ചെയ്യുന്ന, ഇസ്ലാം എന്ത് എന്ന് നമുക്ക് പഠിപ്പിച്ച് തരുന്ന ആൾ ആയിട്ട് തന്നെയാണ് ഇസ്ലാം നമ്മൾ അവിടെ പരിചയപ്പെടുത്തി തരുന്നത്. ഉസ്വത്തുൻ ഹസന, ഉത്തമ മാതൃക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ മുഹമ്മദ് നബി എങ്ങനെ ഇരുന്ന് അപ്പിയിട്ടു എന്ന് നോക്കി വേണം നിങ്ങൾ അപ്പിയിടേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം. ആ മുഹമ്മദ് നബിയുടെ ജീവിതത്തിലുള്ളൊരു വിഷയം ഇങ്ങനെ നമ്മൾ അന്വേഷിക്കേണ്ടി വരും. കാരണം എന്താണ്? നിങ്ങൾ ആ ആൾ ഉത്തമ മാതൃകയാണെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള ആൾ ചെയ്തതുകൊണ്ടാണ് ആ 6-ാം വയസ്സിലെ കല്യാണ പ്രശ്നമെന്ന്. അല്ലാതെ ഗാന്ധിജി ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ EMS ചെയ്തിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഗാന്ധിജി ഇരുന്ന് അപ്പിയിടണ പോലെ ഇരുന്ന് അപ്പിയിടണമെന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല, ഗാന്ധിജിയും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ EMS ഇരുന്ന് അപ്പിയിട്ടമാരി നമ്മളോട് അപ്പിയിടണമെന്ന് EMS പറഞ്ഞിട്ടില്ല. പക്ഷേ മുഹമ്മദ് നബി ഇരുന്ന് അപ്പിയിട്ടമാരി, ഞാനിരുന്ന് അപ്പിയിട്ടമാരി നിങ്ങളിരുന്ന് അപ്പിയിടണമെന്ന് പഠിപ്പിക്കുന്നതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇതല്ലേ ഇസ്ലാമിൻ്റെ അധ്യാപനം. അപ്പോൾ നമ്മൾ മുഹമ്മദ് നബിയുടെ കല്യാണം ചോദ്യം ചെയ്യും. അത് നിങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഇസ്ലാം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം ഇസ്ലാം, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തടുക്കാൻ കഴിയും. പിന്നെ നിങ്ങൾ ഇതുപോലുള്ള കുറേ വാചാടോപങ്ങൾ വെച്ചുകൊണ്ട് ആളെ പറ്റിക്കുന്ന പണി, അതിന് ഇരവാദത്തിൻ്റെ ആ ഒരു കൂട്ടും പിടിക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് ഇതിന് മുന്നേ പല ഉസ്താദ്മാരും ചെയ്തിട്ടുണ്ട്. ഞാൻ അന്നും പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ നവാസ് മന്നാനി എന്ന് പറയുന്ന മറ്റൊരു ഉസ്താദ് ഇവനൊന്നും വെച്ചുകൂടാത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ അന്ന് ഞാൻ പരാതി കൊടുത്താണ്. പക്ഷേ അത് അങ്ങനെ അങ്ങ് പോയി, കുറേ നാളുകൾക്ക് മുന്നെയാണത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ പറയേണ്ടി വരികയാണ്. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മീഡിയ വണ്ണിന് കുറച്ചും കൂടി റീച്ച് ഉള്ളതുകൊണ്ട്
ഒരു നവാസ് മന്നാനിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും അതേപോലെ കുരുപൊട്ടി ഉസ്താദോ പറയുന്ന പോലെയല്ല. ഇതുപോലെ ഒരു മീഡിയ അവരുടെ വാർത്ത കൊടുക്കുന്നു എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അത് കുറേ കൂടിയും ദൂരവ്യാപകമായ പ്രശ്നം ഉണ്ടാവാനും എന്നെപ്പോലെയുള്ള ബാക്കി എക്സ് മുസ്ലിങ്ങൾക്ക് പോലും ഇത് ബുദ്ധിമുട്ടാവാനും സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം തുറന്നു പറയും, നിലവിലുള്ള എക്സ് മുസ്ലിങ്ങളെ മൊത്തം നിങ്ങളെടുത്തു കഴിഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റാണ് ഞാൻ. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്ന ഒരാൾ തന്നെയാണ്. കാരണം എന്താണ്, നമ്മൾ വെറുതെ എന്തെങ്കിലും ചെയ്യല്ല, ഇതിനകത്തൊരു പൈപ്പ് ലൈൻ നമ്മൾ സൃഷ്ടിച്ച് അത് കൃത്യമായ ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. അതെന്താണ് ആ പൈപ്പ് ലൈൻ എന്നുള്ളതും എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം, അതുപോലെ എഴുതുന്നുണ്ട്. അത് നിങ്ങൾക്ക് അപ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആവുന്നത് എന്നുള്ളത്. പക്ഷേ സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണത് അളക്കാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് എക്സ് മുസ്ലിം മേഖലയിലുള്ള കാര്യങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും ചർച്ചയാകുമ്പോൾ അവരാദ്യം പറയുന്ന പേര് എൻ്റെ പേരായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത്രമാത്രം നമ്മൾ അവരുടെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ ഇവിടെ ഇരുന്നിട്ട് ലിയാക്കത്തിനെ പോലെയൊക്കെയുള്ള ആളുകൾ പറയുന്നത് ആരിഫിൻ്റെ പ്രസംഗമൊന്നും ആരും കേൾക്കാൻ പോകില്ല. നിങ്ങൾ സമ്മതിച്ചിട്ട് വേണ്ട ഈ സംഗതി. കാരണം മീഡിയ വണ്ണിനെ പോലെ ഒരു ചാനൽ ഈ വിഷയം പറയാൻ വേണ്ടിയിട്ട് അവരുടെ തംബ്നെയിലിൽ നിങ്ങളുടെ ഫോട്ടോ അല്ല ഉപയോഗിച്ചത്, എൻ്റെ ഫോട്ടോ ആണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഞാനാണ് എന്നതിൻ്റെ പേരിലാണ്. അതുതന്നെയാണ് നമ്മൾ അവരിലേക്ക് കൂടുതൽ എത്തി എന്നുള്ളതിൻ്റെ തെളിവ്. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള മറുവാദങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കും. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നല്ല, നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴോ വെച്ച് വോക്കുകളായി മാറി പിന്നോട്ട് വലിഞ്ഞു, അല്ലെങ്കിൽ സൈഡ് വലിവ് ഉണ്ടായി, പക്ഷാഘാതം ബാധിച്ചു. നമുക്കതുണ്ടായിട്ടില്ല. നമ്മൾ പറയാനുള്ളത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സംഖ്യച്ചാപ്പ എനിക്ക് ഭയമില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ സംഖ്യയാകുമെന്നാണെങ്കിൽ ഞാൻ വെറും സംഖ്യയല്ല, സംഖ്യയുടെ അപ്പനാണെന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മൾ പറയും മുഹമ്മദ് നബി ചെയ്ത കാര്യം, തീവ്രവാദം, അതല്ലെങ്കിൽ ഈ തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധത, അല്ലെങ്കിൽ മതേതരത്വ വിരുദ്ധത, ഇപ്പോൾ നമ്മൾ കാണുന്ന പല വിഷയങ്ങളും ഇതെല്ലാം നമ്മൾ പച്ചയ്ക്ക് പറയും. അതങ്ങനെ തന്നെ പറഞ്ഞതിൻ്റെ പേരിലാണ് അവിടെ എത്തിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് ധാരണയുള്ളതിൻ്റെ പേരിൽ തന്നെ തുടർന്നും പറയും. അപ്പോൾ അത് നിങ്ങൾക്ക് സാധിക്കാത്തത് നിങ്ങളുടെ പ്രശ്നമാണ്. എനിക്ക് സാധിക്കുന്നത് അതെൻ്റെ ഒരു കഴിവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് കൂടുതൽ നമുക്ക് കിളി പോകുന്നവരേക്കും പറയാൻ പറ്റുന്ന കാലമുള്ള അത്രയും, ശബ്ദമുള്ള കാലം അത്രയും, ബോധമുള്ള കാലത്രയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് അതിൻ്റെ വഴി. അപ്പോൾ അത് നമ്മൾ തുടരുന്നു. അപ്പോൾ പറഞ്ഞത് ഇത്രയാണ്. ഈ തരത്തിൽ നമ്മൾ പറയുകയും ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട്, കൂടുതൽ അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് അതിലേറ്റവും കൂടുതൽ ഒരു നമുക്ക് ഭീഷണിയായിക്കൊണ്ടും അതുപോലെ നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങളായിട്ടും മുന്നോട്ട് വരുന്നത് ഇതുപോലെയുള്ള ആളുകളിൽ നിന്നാവുമ്പോൾ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് എൻ്റെ ബാധ്യതയായിട്ട് മാറി. ഈ ഡോഗ് വിസിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാനത് കാര്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉന്നയിക്കും. വളരെ കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അറിയിക്കേണ്ടവരെ അറിയിക്കുന്നുമുണ്ട്. ഏതായാലും ഈ പരാതി വളരെ സീരിയസ് ആയിട്ട് പരിഗണിച്ച എല്ലാ ഇവിടുത്തെ സുരക്ഷാ സംവിധാനം കൈകാര്യം ചെയ്യുന്ന ഇവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങളോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അതുപോലെ ഹോം മിനിസ്റ്ററുടെ ഓഫീസിലേക്കും നമ്മൾ കൊടുത്ത പരാതിക്ക് ബാക്കി കാര്യങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, അതിൻ്റെ ഫോളോ അപ്പ്. അപ്പോൾ തുടർച്ചയായ ഇത്തരത്തിലുള്ള സംഗതികൾ ഇനി ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത്, അതുപോലെ മറ്റുള്ള ഈ വിമർശകർക്ക് അവരുടെ ആ ചെയ്തി അത് തുടർന്ന് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉറപ്പാക്കുക. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല നമുക്കുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇതിലെ കാര്യം. ചേകന്നൂർ മൗലവിക്ക് സംഭവിച്ച പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ആളുകളെ ഇല്ലായ്മ ചെയ്യുക എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയത്തെ തടഞ്ഞു നിർത്താം എന്ന ഒരു വ്യാമോഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് 10 മടക്കി പോക്കറ്റിൽ വെച്ചോളൂ എന്നും കൂടി ഒന്ന് അറിയിച്ചുകൊണ്ട് മീഡിയ വണ്ണിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയായിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇനി നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറയുന്ന വിഷയങ്ങൾ ഈ പറയുന്ന ചർച്ചയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും TV ചാനലിലെ ചർച്ചയാണെങ്കിലും നിങ്ങളെന്താ നമ്മൾ വിളിക്കാത്തത്? നിങ്ങൾ ജനം TV പോകുന്നതിനെ കുറിച്ച് പറയും. നിങ്ങളുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് വിളിക്കാമല്ലോ, അത് നിങ്ങൾ വിളിക്കാത്തത്. നിങ്ങളുടെ കളസം കീറുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ അജണ്ടകൾ ഞാൻ പൊളിച്ചു തരും. അതുതന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമില്ല. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങളുടെ ചാനലിലേക്ക് നമ്മളെ വിളിച്ച് നമ്മൾ പറയാനുള്ളത് എന്ത് എന്നും ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ അവിടെ ലൈവായിട്ട് നിങ്ങൾക്ക് പൊളിച്ച് കാണിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക. നിങ്ങളത് ചെയ്യാതെ അടുപ്പുകൂട്ടി ചർച്ച ചെയ്തുകൊണ്ട് ഇതേപോലെ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ നമ്മളെ അങ്ങ് ഇല്ലാതെയാക്കാമെന്നാണ് ധരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ മഹാരാജ്യത്ത് നടക്കില്ല. അതിനുള്ള അവസരം നിങ്ങൾക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അനുവാദം നിങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എല്ലാ ആ ഒരു സൗഭാഗ്യങ്ങളും ഉപയോഗിച്ച് അതിൻ്റെ ആ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ആ നിയമ പരിരക്ഷ ഉള്ള ആൾ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളെ ചർച്ചകളിൽ നമ്മളെ വിളിക്കുക. എന്നിട്ട് നമ്മൾ തെറ്റാണെന്ന് നിങ്ങൾ തെളിയിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇരവാദത്തിലൂടെയും ഭീകരവാദത്തിലൂടെയും കാര്യങ്ങൾ ഇനിയും നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആളുകൾ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ആ പരിപ്പ് വേവമാട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും അത് ഒന്ന് പറയണമെന്ന് വിചാരിച്ചു.
എല്ലാ ആളുകൾക്കും ആ ഒരു പരാതിയെ സീരിയസ് ആയിട്ട് പരിഗണിച്ച എല്ലാ ആളുകൾക്കും, സെക്യൂരിറ്റി ഒഫീഷ്യൽസിനെല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.